അങ്ങനെ പാലായിൽ ഒരു തീരുമാനമായി. പാലാ മുനിസിപ്പാലിറ്റിയിൽ പുളിക്കണ്ടം പ്രദേശത്തിലെ പുളിക്കണ്ടത്തിൻ്റെ മകള് ചെയർപേഴ്സണായി. ഇനി വൈസ് ചെയർമാനും അതുപോലെ തന്നെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെയുമാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് ഉച്ച കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഒട്ടേറെ കൊടുമ്പിരി കൊണ്ട ചർച്ചകളായിരുന്നു പാലായിൽ നടന്നത്. അവിടുത്തെ ഒന്നാം കക്ഷി ഇപ്പോഴും മാണി ഗ്രൂപ്പ് തന്നെയാണ്. പാലായിലെ നിർണായക ശക്തി മാണി ഗ്രൂപ്പ് തന്നെയാണ്. കാരണം അവർക്ക് 10 മെമ്പർമാരുണ്ട്. പാലായിൽ ആദ്യമായിട്ടാണ് മാണി ഗ്രൂപ്പ് പ്രതിപക്ഷത്തിരിക്കുന്നത്. പാലാ മുനിസിപ്പാലിറ്റി രൂപീകൃതമായതിന് ശേഷം ആദ്യമാണ് അവർ പ്രതിപക്ഷത്തിരിക്കുന്നത്. പക്ഷെ പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തായാലും ഏറ്റവും വലിയ ഒറ്റ കക്ഷി മാണി ഗ്രൂപ്പ് തന്നെയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന സ്വതന്ത്രന്മാരാണ് 4 പേര്. അത് ഈ പുളിക്കണ്ടം പ്രദേശത്തും അല്ലാതെ തന്നെ ഒരു സ്വതന്ത്ര കൂട്ടായ്മ. അത് കഴിഞ്ഞിട്ട് ഒരു സ്വതന്ത്ര എന്ന് പറയുന്നത് UDFന്റെ കോൺഗ്രസ് റിബലായിരുന്നു. അപ്പോ എന്തായാലും കോൺഗ്രസ് ഈ ഛർദ്ദിച്ചതെല്ലാം വിഴുങ്ങിയിട്ട് വീണ്ടും ഭക്ഷിച്ചിട്ട് അവര് നിരുപാധികം പിന്തുണ കൊടുത്തിരിക്കുകയാണ് പുളിക്കണ്ടം പ്രദേശത്തിന്. കോൺഗ്രസിന് 9 സീറ്റ്. കോൺഗ്രസിന് 9, 4 സ്വതന്ത്രന്മാര് 9, 4, 13. ഇപ്പുറത്ത് മാണി ഗ്രൂപ്പിന് 10, 2 ഇടതുപക്ഷത്തിന് CPM-ന്. 85 ശേഷം കെ എം മാണിയുടെ മകൻ മാണി ഗ്രൂപ്പിന്, ജോസ് കെ മാണിയുടെ നേതൃപാടവത്തിന് പാലാ നഗരസഭയിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു. പാലാ നഗരസഭ ജോസ് കെ മാണി പക്ഷത്തിന്റെ കയ്യിൽ നിന്നും വിട്ടുപോയി. ഇനി ജോസ് കെ മാണി വിഭാഗം പാലാ നഗരസഭയിൽ പ്രതിപക്ഷത്തിരിക്കാനാണ് തീരുമാനം. കാരണം മറ്റൊരു മാർഗം അത് തെറ്റാ രാജേഷ്. ഒരിക്കലും മാണി ഗ്രൂപ്പിനെ അവിടെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. മാണി ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോഴും ഒന്നാം കക്ഷി. പ്രതിപക്ഷത്തായാലും അവർ ഒന്നാം കക്ഷിയല്ല. ഏറ്റവും കൂടുതൽ സീറ്റ് അവർക്കാണല്ലോ. വോട്ട് നില നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാണി ഗ്രൂപ്പിന് തന്നെയാണ്. ഒരിക്കലും അവിടെ മാണി ഗ്രൂപ്പിന് ഒരു പരാജയം സംഭവിച്ചിട്ടില്ല. വോട്ട് നില നോക്കിയാൽ മാണി ഗ്രൂപ്പിന് തന്നെയാണ് 10 സീറ്റ്. പിന്നെ 10 സീറ്റ് അവർക്ക് കിട്ടുകയും ചെയ്തു. അവരാണ് ഒന്നാം കക്ഷി. പക്ഷെ ഈ ബിനു പുളിക്കണ്ടം എന്ന് പറയുന്നത് വളരെ രസകരമായ ചരിത്രമാണ് അല്ലേ? ആദ്യം കോൺഗ്രസിന്റെ കേരള കോൺഗ്രസിന്റെ അച്ഛൻ കേരള കോൺഗ്രസിന്റെ നീളം പ്രസിഡന്റ് ആയിരുന്നു. അതെ, ബിനു പുളിക്കണ്ടത്തിന്റെ അച്ഛൻ 4 മാണിസാറിന്റെ കൂടെ വലങ്കയായിട്ട്. അതെ, മാണിസാറ ഉണ്ടായിരുന്നു. മാണിസാറിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ട് കൂടെ നിന്ന് അവിടുത്തെ നീളം പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ മക്കൾ തെറ്റി പിരിയുകയും അദ്ദേഹത്തിന്റെ മകനാണ് ബിനു പുളിക്കണ്ടം. ഈ മാണി ഗ്രൂപ്പുകാരൻ തന്നെയായിരുന്നു. അവിടുന്ന് പുള്ളിയെ മുനിസിപ്പൽ ചെയർമാൻ ആക്കാഞ്ഞത് കൊണ്ടാണ് പുള്ളി പല പാർട്ടികളും മാറി BJP വരെ പോയി. അത് ഏറ്റവും അവസാനം അല്ലെ മുനിസിപ്പൽ ചെയർമാനാകത്ത് 2019 തിരഞ്ഞെടുപ്പിലാണ് കൊടുത്തില്ല. കപ്പനും ചുണ്ടിമുടക്കി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു, അത് ജോസ് കെ മാണി കൊടുത്തില്ലെന്നുള്ള അങ്ങനെയാണ് പോയത്. അതിന് അയാള് BJP പോയി. അത് കഴിഞ്ഞിട്ട് CPM പോയി. CPM അയാളെ പുറത്താക്കി. CPM അയാളെ പുറത്താക്കുന്ന ഒരു ടൈം CPM സ്ഥാനാർത്ഥിയായിരുന്നു, CPM-ന്റെ കൗൺസിലർ. ഇതിലൊക്കെ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത്, കഴിഞ്ഞ മുനിസിപ്പൽ ഭരണകാലത്ത് അവിടെ ഒരു കൗൺസിലറുടെ ഇയർപോഡ് മോഷണം പോയി. അത് ആപ്പിളിന്റെ ഒരു വിലയുള്ള സാധനം. അത് വിദേശത്തുള്ള അതിന്റെ കേസും അയാൾ മുൻകൂർ ജാമ്യം എടുത്തു. പിന്നെ ഹൈക്കോടതി ജാമ്യം എടുത്തൊക്കെയാണ് ആ കേസില്. പിന്നെ ആ കേസിന്റെ വിധി എന്താണെന്ന് അറിയില്ല. പക്ഷെ അത് തിരിച്ചു കൊടുത്തു. അവര് വിദേശത്തുള്ള ഒരു വനിതാ സുഹൃത്തായിരുന്നു. വനിതാ സുഹൃത്തിന്റെ കയ്യിലാണ് പറഞ്ഞു കേൾക്കുന്നത്. വനിതാ സുഹൃത്തിന് പാരിതോഷികം കൊടുത്തു. അങ്ങനെ അവര് അതുകൊണ്ട് വിദേശത്ത് പോയി. തിരിച്ചത് അവർ കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു എന്നൊക്കെ ഒരു കഥകളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ സംഭവം ഉള്ളതാണ്. കേസും വഴക്കും കോടതിയും ഒക്കെ ആയിട്ട് കുറെ കയറി ഇറങ്ങേണ്ടി വന്നു. ഈ ബിനു പുളിക്കണ്ടത്തിന് ഒരു വാശിയായിരുന്നു. കാരണം തന്റെ കുടുംബത്തിലേക്ക് ഈ ചെയർപേഴ്സൺ സ്ഥാനം കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ബിജു പുളിക്കണ്ടം, ബിനുവിന്റെ മകൾ ദിയ പുളിക്കണ്ടം, ഈ 3 പേരും ഒരേ ജീപ്പ് ചിഹ്നത്തിൽ സ്വതന്ത്ര കൂട്ടായ്മ സ്ഥാനാർത്ഥികളെ ഒരു മുന്നണി പോലെയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി കക്ഷി പോലെയാണ് മത്സരിച്ചത് അവിടെ. അതിനവിടെ ആളുകൾ കളിയാക്കുന്നത് പുളിക്കണ്ടം ട്രസ്റ്റ്, പുളിക്കണ്ടം പ്രദേശം എന്നൊക്കെ പറഞ്ഞ് പണ്ടിലെ സിനിമയിലൊക്കെ കണ്ടതുപോലെ. പക്ഷെ അവര് ജയിച്ചു. ജോസ് കെ മാണിക്ക് വലിയൊരു അടിയില്ലേ? ജോസ് കെ മാണിക്ക് ഒരു അടിയുമില്ല. അത് അവര് ജയിച്ച സീറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ സീറ്റ് അല്ലായിരുന്നല്ലോ. അവിടെ ഇടതുപക്ഷത്ത് മത്സരിച്ചതൊക്കെ വേറെ സീറ്റുകളായിരുന്നു. പക്ഷെ ജോസ് കെ മാണിയെ വലയിൽ വീഴ്ത്താൻ പലതും. ഇയാൾക്ക് ഇടതുപക്ഷത്തിന്റെ മേയറായിട്ട് അല്ലെങ്കിൽ ചെയർപേഴ്സണായിട്ടൊക്കെ
ഇദ്ദേഹത്തിന് മോളെ ഇരുത്തണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് സപ്പോർട്ട് വേണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇയാളെപ്പോഴും അയാൾ UDF ആയിട്ട് ചെയ്യുന്ന ധാരണ ഉണ്ടാക്കിയെങ്കിലും അല്ല, എല്ലാ പാർട്ടിയിലും പോയിട്ടുണ്ട്. എല്ലാ പാർട്ടിയിലും പോയതാണ്, BJP-യും എല്ലാത്തിനും പോയതാ പുള്ളി, എല്ലാത്തിനും പോയതാ. പുള്ളിക്ക് ആ ഒരു ആ, ഇത് എന്താ പറയുന്നത്, പിന്നെ അനുഭവ സമ്പത്ത്, അല്ലെങ്കിൽ എല്ലാ പാർട്ടിയിലും പ്രവർത്തിച്ചുള്ള ഒരു യോഗവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തും അത് വേറെ ആർക്കും ഇല്ല അവിടെ. വേറെ ആർക്കും ഉള്ളത്? വേറെ ആർക്കും ഇല്ല. അവിടെ ജോസ് കെ മാണിക്കുണ്ടോ? ആർക്കും ഇല്ല. എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കാനുള്ള സാഹചര്യം, ഒരു അവസരം പുള്ളിക്ക് കിട്ടി. പുള്ളി അത് എല്ലാ പാർട്ടിയിലും പ്രവർത്തിച്ചു. അതിന്റെ ഗുണവും ദോഷവും ഒക്കെ പുള്ളി മനസ്സിലാക്കിയ ആളാണ്. പുള്ളി അത് ഇപ്പൊ പറയുന്ന ജോസ് കെ മാണിയുടെ സ്വന്തം വീടിരിക്കുന്ന വാർഡിൽ പോലും ജോസ് കെ മാണിക്ക് തന്റെ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടുത്തെ മന്ത്രി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാരുടെ വാർഡുകളില് അല്ല 2019 മാണി സാർ മരിച്ചതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് വിട്ടുപോയ മണ്ഡലമാണ് പാല. അതുപോലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ ഇപ്പോഴും. ഇതും വിട്ടുപോയി, പല നഗരസഭയും പോയി. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അവിടുത്തെ ഇപ്പോഴും പാലാ നഗരസഭയിലെ ഏറ്റവും വലിയ കക്ഷി കാര്യമില്ലല്ലോ. ഭരിക്കുന്നത് ദിയാ പുള്ളിക്കാരി. അവരെ പ്രതിപക്ഷത്തിരിക്കാൻ അവർക്ക് യോഗം ഇപ്രാവശ്യം. അവർ പ്രതിപക്ഷത്തിരിക്കും. അവർക്ക് വേണമെങ്കിലും ഭരിക്കാമായിരുന്നു. ഈ ഇവരുടെ 3 പേരുടെയും അതുപോലെ സ്വതന്ത്രമായിട്ടുള്ള ഒരാളുടെ 4 പേരുടെ പിന്തുണ മേടിച്ചാൽ മതിയായിരുന്നു. പുള്ളിക്കണ്ട ഫാമിലി പോവില്ലല്ലോ. വേണ്ട, പുള്ളിക്കണ്ട ഫാമിലി പിന്നെ പോയില്ലെങ്കിലും ശരി തന്നെ അടർത്തി എടുക്കാനാണെങ്കിൽ അവർ കളിച്ചാൽ കളിക്കാമായിരുന്നു. പക്ഷേ ആ കളിക്ക് ജോസ് കെ മാണി നിന്നു കൊടുത്തില്ല. പുള്ളിക്കണ്ട റെഡിയായിരുന്നു. ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ പല നേതാക്കന്മാരുമായിട്ടും പുള്ളിക്കണ്ടം സംസാരിച്ചു. പുള്ളിക്കണ്ടത്തിനെ ഒരു കാരണവശാലും അടുപ്പിക്കില്ല എന്ന് ജോസ് കെ മാണി തീർത്തു പറഞ്ഞത്. അതെന്താ അത്ര വ്യക്തിവൈരാഗ്യം അല്ല, ഇയാള് ഈ പാർട്ടിയിൽ നിന്ന് പോയതല്ല, ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയല്ലേ. ഇപ്പൊ ഇയാളെ വീണ്ടും അടുപ്പിച്ചാൽ അത് ദോഷം. പണ്ടുള്ളവർ നമുക്ക് പറയുന്നത് അകന്നവൻ അടുക്കുമ്പോഴും അടുത്തവൻ അകലുമ്പോഴും സൂക്ഷിക്കണമെന്ന്. PJ ജോസഫ് തിരികെ വന്നാൽ, ഒരാഗ്രഹം പറഞ്ഞാൽ തിരികെ മാതൃ പാർട്ടിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അതും അകറ്റി നിർത്തും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണി അതിന് സമ്മതിക്കില്ല. കാരണം ഇപ്പം ജോസ് കെ മാണിയുടെ പാർട്ടിയില് ജോസ് കെ മാണിക്ക് ഒരു സ്വസ്ഥതയുണ്ട്. എല്ലാം ചെറുപ്പക്കാരാണ്. വലിയ മുതിർന്ന നേതാക്കന്മാര് ജയരാജും ചാഴിക്കാടനും ഒഴിച്ചാല് ബാക്കിയൊക്കെ എല്ലാം യുവ നിരയാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയിലുള്ളത്. PJ ജോസഫ് ഉള്ളതുകൊണ്ടാണ് UDF-ലേക്ക് പോകാത്തത്. PJ ജോസഫ് ഉള്ളതുകൊണ്ടല്ലേ. PJ ജോസഫ് ഒരു എതിരാളി അല്ലല്ലോ. ജോസ് കെ മാണിക്ക് ഒരു എതിരാളി അല്ല PJ ജോസഫ്, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന് ഒരു എതിരാളി അല്ല ജോസഫ് ഗ്രൂപ്പ്. അതൊരിക്കലും അല്ല. കോൺഗ്രസ് കാണിച്ച നെറുകേട് PJ ജോസഫിനെ നിലനിർത്താൻ വേണ്ടി നിർത്തിക്കൊണ്ട് 2019 അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു വിഷയമായിട്ട് വന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടൈം പൂർത്തിയാക്കി പകരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമൊക്കെ വന്ന് അങ്ങനെയാണ് അത് തുടക്കം. അത് മാണിസാറിന്റെ അവസാന കാലഘട്ടത്തിൽ മാണിസാറ് മന്ത്രിസ്ഥാനം രാജിവെക്കാനുള്ള ഒരു സാഹചര്യവും അതുപോലെ തന്നെ ബാർക്കോഴ കേസൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ. അതിനൊക്കെ കോൺഗ്രസിലെ ചില ആളുകളുടെ കളിയാണ്. ബാർക്കോഴ കേസ് ആരോപണം ഉന്നയിച്ചതാരാ? ബിജു രമേശാണ്. ബിജു രമേശും കോൺഗ്രസിലെ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ മാണിസാറ് സ്വപ്നത്തിൽ പോലും അറിയാത്ത കാര്യങ്ങളല്ലേ വിളിച്ചു പറഞ്ഞത്. മാണിസാറിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൈസ കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ അവിടെ നോട്ടെണ്ണൽ മെഷീൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എന്തെല്ലാം വിവാദങ്ങളായിരുന്നു അന്ന്. പക്ഷെ അതെല്ലാം പോയില്ലേ. പക്ഷെ ആ മനുഷ്യൻ ഒരുപാട് വേദനയോടല്ലേ അവസാന കാലങ്ങളിൽ ആ മനുഷ്യനെ ഒരുപാട് വേദനിപ്പിച്ചു. UDF-നെ വളർത്തി വലുതാക്കി ബാലകൃഷ്ണപിള്ളയ്ക്ക് ഒപ്പം നിന്ന് UDF-നെ വളർത്തി വലുതാക്കി മന്ത്രിമാരെ വരെ തീരുമാനിക്കാനുള്ള പവർ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇത്, അതായത് UDF സർക്കാർ രൂപീകരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച് ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം UDF-ന്റെ സ്ഥാപക നേതാക്കളായി നിന്ന കെ മാണിസാറിനെയാണ് അവസാനം അതേ UDF-കാർ തള്ളി പറയുന്നത്. മാണിസാറ് പോയ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരിക്കൽ നമുക്കത് പറയാം.